لنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പാലിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി ജീവിച്ച് ഒരു മുവഹിദായി കൊണ്ട് മരണപ്പെട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടാകണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഏതാനും വിഷയങ്ങൾ നമ്മൾ മുമ്പ് സംസാരിച്ചത്. തബൂക്കിന്റെ യാത്രയിൽ ഏറെ ശ്രദ്ധേയമായ ഒരേടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും തബൂക്കിന്റെ രംഗത്തെത്തുമ്പോൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് കുടിക്കാൻ വെള്ളമില്ലാതെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട്, എത്രത്തോളം എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങൾ ദാഹിച്ച് വലഞ്ഞ് അവസാനം ആ ദാഹത്തിന്റെ പ്രയാസം നിമിത്തം എൻ്റെ കഴുത്ത് മുറിഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ എത്രത്തോളം പ്രയാസപ്പെട്ടു. അവര് ഒട്ടകങ്ങളെ അറുത്തുകൊണ്ട് അതിന്റെ കുടലുകളെ പുറത്തെടുത്ത് അത് പിഴിഞ്ഞ് അതിൽ നിന്നും വെള്ളം കുടിക്കുമായിരുന്നു എന്നാണ്. അത്രമേൽ പ്രയാസം സഹിച്ചിരുന്നു എന്നാണ്. ദാഹം കൊണ്ട് അവർ അത്രമേൽ പ്രയാസപ്പെട്ടിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. സ്വാഭാവികമായും മഴ പെയ്യാത്ത ഒരു സമയമാണത്. അങ്ങേയറ്റം ചൂടുള്ള, മഴയ്ക്ക് ഒരു സാധ്യതയുമില്ലാത്ത ഒരു സമയമാണത്. ആ സമയത്ത് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. ഒക്കെ നമ്മളിപ്പോ ആലോചിക്കുമ്പോ മഴയ്ക്ക് ഒരു സാധ്യതയും ഇല്ലാത്തൊരു സമയം, ആ സമയത്ത് മഴ പെയ്യില്ല, അങ്ങേയറ്റത്തെ ചൂടാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാലാവസ്ഥാ പ്രവചനങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മഴയ്ക്കൊരു സാധ്യതയും ഇല്ലാത്തൊരു സമയം. ആ ഒരു സമയത്ത് പോലും
അതിനനുയോജ്യമല്ലാത്ത ഘട്ടത്തിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തുറന്നു പറയാൻ, എല്ലാ പ്രവചനങ്ങൾക്കും അതീതമായിക്കൊണ്ട്, എല്ലാ കാലാവസ്ഥകളുടെ സംവിധാനങ്ങളെക്കാളും വ്യവസ്ഥകളെക്കാളും അതിനൊക്കെ അതീതമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെയാണ് യഥാർത്ഥത്തിൽ സ്വഹാബികൾ അവിടെ മനസ്സിലാക്കുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കൈ ഉയർത്തി ദുആ ചെയ്തു. എത്രത്തോളം എന്നാൽ ആ കൈ ഉയർത്തി ദുആ ചെയ്തിട്ട് ആ കൈ അള്ളാന്റെ റസൂല് മടക്കിയിട്ടില്ല. ഏതുവരെ? ആകാശത്ത് കാർമേഘം വന്ന് മൂടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ മടക്കിയിട്ടില്ല എന്ന്. അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അവിടെ ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. ആവശ്യത്തിന് ആളുകൾ എല്ലാവരും തോലുകളിലും അതുപോലെ പാത്രങ്ങളിലും എല്ലാം ആവശ്യത്തിന് വെള്ളം ശേഖരിക്കുമ്പോൾ സ്വഹാബിമാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം എവിടം വരെ മഴ പെയ്യുന്നുണ്ട് എന്നൊന്ന് പോയി നോക്കാം. 30,000-ഓളം വരുന്ന ആളുകൾ ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവരിങ്ങനെ പോയി ഇങ്ങനെ നോക്കുമ്പോ അവര് പറയാണ്, ഞങ്ങളുടെ ക്യാമ്പിന്റെ അപ്പുറത്തേക്ക്, ഞങ്ങളുടെ ക്യാമ്പ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ഞങ്ങൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇറ്റ് പോലും മഴ പെയ്യുന്നില്ല എന്ന് ഞങ്ങൾ കണ്ടു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നിങ്ങൾ ദുആഇന്റെ പ്രാധാന്യമാണ്. ഏതൊരവസ്ഥയിലും നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കും നമ്മൾ കാണുന്ന വ്യവസ്ഥകൾക്കും ഒക്കെ അപ്പുറം അള്ളാഹുവിന്റെ കഴിവിനെ തിരിച്ചറിയലാണ് യഥാർത്ഥത്തിൽ ആ ഒരു രംഗത്തിൽ ദുആ കൊണ്ട് അർത്ഥമാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് 3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. 3 കാര്യങ്ങളെ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. ലം തുഅതഹുന്ന ഉമ്മത്തുൻ ഖബ്ലഹും ഇല്ലാ നബിയ്യുൻ. ഇതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരു നബിക്കല്ലാതെ, ഒരു പ്രവാചകനല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 കാര്യങ്ങൾ നൽകിയിട്ടില്ല എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അല്ലാഹു പറയാൻ, ഉദ്ഉനി അസ്തജിബ് ലക്, നീ എന്നോട് ചോദിക്കണം, ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതെല്ലാ പ്രവാചകന്മാർക്കും മുമ്പുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഒരു പ്രത്യേക ഫضലാണ്, ഒരു പ്രത്യേക ദർജയാണ്. എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകാം. അവിടെ ഒരു ഷർത്തുമില്ല, ഒരു കാരണങ്ങളോ ഷർത്തോ ഒന്നുമില്ല, ഒരു കണ്ടീഷനും ഇല്ല. ചോദിക്കുക, ഉത്തരം നൽകും. ഇതെല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രത്യേക ദർജയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുഴുവനായിക്കൊണ്ട് എന്ത് ചെയ്തു? ഉമ്മത്തിന് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദർജ നൽകിയെന്നാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിന്റെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നാണ്. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ്. മുമ്പ് പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക് ഒരാളെ സംബന്ധിച്ചാണ്, ഒരു പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമാണ്. ഒരു കണ്ടീഷനും ഇല്ലാതെ എന്നോട് ചോദിക്കുക, ഞാൻ നൽകുമെന്ന്. അതേ വാചകം മറ്റൊരു സമുദായത്തിലെ ഒരു സമൂഹങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. എന്നാൽ മുസ്ലിം ഉമ്മത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയ പ്രത്യേകമായ ഒരു ദർജ നിങ്ങൾ ചോദിക്കാം. മുമ്പ് പ്രവാചകന്മാർക്ക് കൊടുത്തൊരു ദർജ ഈ ഉമ്മത്തിന് നൽകാൻ, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പറ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു കാര്യങ്ങളും മാനദണ്ഡമാക്കാതെ, ഒരു വ്യവസ്ഥയും ഇല്ലാതെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തെ അവസാനിപ്പിക്കുന്നത് ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി. അല്ലാഹു ചോദിക്കാൻ, ഖുൽ നബിയെ പറയേ, മാ യഅബഉ ബിക്കും റബ്ബി, എന്റെ റബ്ബ് എന്നെ എങ്ങനെ പരിഗണിക്കാനാണ്? എന്റെ റബ്ബ് എന്തിന്റെ പേരിലാണ് എന്നെ പരിഗണിക്കേണ്ടത്? ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ എന്തിന്റെ പേരിലാണ് നിങ്ങളെ പരിഗണിക്കേണ്ടത് എന്ന ഒരു ചോദ്യം കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്ത് അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു ഫضലാണ് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നത്. എല്ലാ വ്യവസ്ഥകൾക്കും അപ്പുറം നിങ്ങൾ എന്നോട് ചോദിക്കുക, ഒരു കണ്ടീഷനും ഇല്ലാതെ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരും. അത്ര വലിയൊരു അവസരം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ, അത്ര വലിയ ഒരു ചാൻസും ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴും വേണ്ട വിധം ആ ഒരു അവസരം ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത.
കാരണം ആ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതീന. ചില ആളുകൾ, ചില വിഭാഗം ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട്, എന്നോട് ദുആ നടത്തുന്നതിനെ തൊട്ട് യസ്തക്ബിറൂന, അഹങ്കാരം കാണിക്കുന്ന ആളുകൾ എന്നാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ അഹങ്കാരം കാണിക്കാന്നാണ്. എന്താണ് ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയാനുള്ള കാരണം അഹങ്കാരികളല്ലാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരിക്കൂല എന്നാണ്. അഥവാ അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത, നിരന്തരമായി കൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ ലേബൽ ചെയ്തത് അഹങ്കാരികളായിക്കോട്ടെ. ആ അഹങ്കാരികളുടെ അവസാനം എവിടെയാണ്? സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളായിരിക്കും അവരെന്ന്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, സുഫ്യാനു സൗരി റഹ്മഹുല്ലാഹ്, പ്രഗൽഭനായ താബിഈ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ ഒരു ഖൗല് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആയത്തിന്റെ തഫ്സീർ ആരംഭിക്കുന്നത് തന്നെ. അദ്ദേഹം പറയാണ് യഖൂലു യാ മൻ അഹബ്ബു ഇബാദിഹി ഇലൈഹി. അവിടെ അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്യാൻ, അള്ളാഹുവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയാൻ, അള്ളാഹുവിനെ വിളിക്കാൻ. എങ്ങനെയുള്ള അള്ളാഹ്? യാ മൻ അഹബ്ബു ഇബാദിഹി ഇലൈഹി മൻ സഅലഹു, അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോട് എല്ലാ ആവശ്യങ്ങളും ഇങ്ങനെ നിരന്തരമായി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവനായ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഫ്യാൻ സൗരി റഹ്മഹുല്ലാഹ് ആയത്തിന്റെ തഫ്സീർ ആരംഭിക്കണമെന്ന്. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ആ അള്ളാഹിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിനോട് ഇങ്ങനെ നിരന്തരമായി കാര്യങ്ങൾ ചോദിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എപ്പോഴും ചോദ്യങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കാത്ത, റബ്ബേ നിന്നോട് ചോദിക്കാത്ത ആളുകളെ നീ അവരോട് ദേഷ്യം വെക്കുന്നു, അങ്ങനെയുള്ള റബ്ബേ. അഥവാ അള്ളാഹുവിനോട് കാര്യങ്ങളെ എപ്പോഴും ചോദിക്കാത്ത ആളുകളോട്, അങ്ങനെ ചോദ്യങ്ങൾ വെക്കാത്ത ആളുകളോട് ദേഷ്യപ്പെടുന്ന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഫ്യാൻ സൗരി റഹ്മഹുല്ലാഹ്, പ്രഗൽഭനായ താബിഈ പണ്ഡിതനാൻ, ആയത്തിനെ വിശദീകരിച്ചു കൊടുക്കുന്നത്. അഥവാ അള്ളാഹുവിനോട് നിരന്തരമായി കാര്യങ്ങളെ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. നമ്മളൊക്കെ നേരെ തിരിച്ചാണ്. നമ്മളോട് ഇങ്ങനെ ഒരാൾ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ഒരു ഫോൺ വിളിച്ചിട്ട് അതെങ്ങനെ ഇതെങ്ങനെ അതങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്തൊക്കെ ഉണ്ട് എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നാൽ നമ്മളിങ്ങനെ വിചാരിക്കണ്ട, എന്താ എപ്പോഴും നമ്മളിങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കണ്, ഇയൊക്കെ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ലേ? ഇയൊക്കെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്താൽ പോരെ? എപ്പോഴും എന്നെ ഇങ്ങനെ വിളിക്കണം എന്തിനാ? ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിൽ പോലും, നമ്മുടെ ഭാര്യമാരാണെങ്കിൽ പോലും, നമ്മുടെ ഉമ്മയോ വാപ്പയോ ആരാണെങ്കിലും ഇങ്ങനെ നിരന്തരമായി കൊണ്ട് എപ്പോഴും ഇങ്ങനെ 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മളെ ഫോൺ വിളിച്ചോണ്ട് നമ്മൾ എന്താ വിചാരിക്കുക? എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരുന്നാല്, എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാല് നമുക്കൊരു ശല്യമാണ് തോന്നുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എന്നോട് ഇങ്ങനെ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ കാര്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരോട് എനിക്ക് ഹുബ്ബാണ്, എനിക്ക് ഇഷ്ടമാണെന്ന്. അത് മാത്രല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം മാത്രമല്ല, അങ്ങനെ ചോദിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് മാത്രമല്ല, അങ്ങനെ ചോദിക്കാത്ത ആളുകളോട് അള്ളാഹുവിന് വെറുപ്പാണ് എന്ന്. യസ്തക്ബിറൂന അൻ ഇബാദതി, അള്ളാഹുവിനോട് ചോദിക്കാത്ത ആളുകൾ അഹങ്കാരികളാണ്. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന അഅ്ജസന്നാസ്, ജനങ്ങളിലെ മടിയന്മാർ, ഭാഗ്യം കെട്ടവർ, മടിയന്മാർ, ദുർബലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ അഅ്ജസ ബിദ്ദുആ, ദുആഇന്റെ വിഷയത്തിൽ മടി കാണിക്കുന്ന ആളുകളാണ് എന്ന്. ദുആഇന്റെ വിഷയത്തിൽ മടി കാണിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും ഭാഗ്യം കെട്ട മടിയന്മാരെന്ന് പറഞ്ഞാൽ. വേറൊരു വിഷയത്തിലല്ല, അള്ളാഹിനോട് ചോദിക്കുന്ന വിഷയത്തിൽ മടി കാണിക്കുന്ന ആളുകൾ, ലജ്ജയുള്ള ആളുകൾ, അവരോട് അവരുടെ ജീവിതത്തിലെ എല്ലാ ഭാഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും തടയപ്പെട്ട നിർഭാഗ്യരായ ആളുകളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന്റെ പ്രാധാന്യം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, എത്രത്തോളം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്, എന്തൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാം, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഹദീസിന്റെ വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലിയസ്അൽ അഹദുകും റബ്ബഹു ഹാജതഹു കുല്ലഹ, അവന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നിസ്സാരമായി കാണുന്ന വിഷയങ്ങളുണ്ടാകും. അതൊക്കെ എങ്ങനെ ഇപ്പൊ അള്ളാഹിനോട് ചോദിക്കുക, അല്ലെങ്കിൽ അതിപ്പോ അള്ളാഹിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ?
ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവും. ഹാജതഹു കുല്ലഹ, അവൻ എന്ത് വിഷയങ്ങളാണോ ആവശ്യമുള്ളത് എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നതിനെ സംബന്ധിച്ച്. സ്വഹാബികൾ അതിനെ പ്രാവർത്തികമാക്കിയത് എങ്ങനെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസിന്റെ വാചകങ്ങളാണ്. ഹത്താ യസ്അല ഷിസ്അ നിഅലിഹി ഇദൻ ഖത, അവരുടെ ചെരുപ്പിന്റെ ഒരു വാറ് പൊട്ടിപ്പോയാൽ അതിന്റെ പേരിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന. ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യുക? നമ്മളിപ്പോ നമ്മുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ എന്താ ചെയ്യുക? അത് നന്നാക്കാൻ ചെരുപ്പ് എടുത്തു കൊടുക്കും, ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? പുതിയൊരു ചെരുപ്പ് വാങ്ങിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് ആ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ആ ഒരു വിഷയത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അങ്ങനെ വേണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതും സ്വഹാബിമാരതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. നമ്മുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പെട്രോൾ അടിക്കും. വണ്ടിയുടെ പെട്രോൾ തീർന്നാൽ നമ്മൾ പെട്രോൾ അടിക്കും. അല്ലാതെ പെട്രോൾ അടിക്കുന്ന സമയത്ത് റബ്ബേ ഈ വിഷയത്തിൽ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ, അല്ലാഹുമ്മ അഇന്നി യാ റബ്ബൽ ആലമീൻ, അള്ളാഹുവേ അള്ളാഹിന്റെ തൗഫീഖ് എനിക്ക് ഉണ്ടാവണേ റബ്ബേ എന്ന ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു നഖം വെട്ടുമ്പോ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണോ നമ്മൾ? യാതിരിപ്പോ നഖം വെട്ടണേലിപ്പോ എന്താ അള്ളാഹിനോട് ചോദിക്കാൻ? എന്താ നഖം വെട്ട അത്ര തന്നെ? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നവനാണ്. ഓരോ സെക്കൻഡിലും നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മളിപ്പോ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, വണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുക, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വണ്ടി ഓവർടേക്ക് യാത്ര തന്നെ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? എന്തിനും ഏതിനും ഒരു വസ്ത്രം ധരിക്കുമ്പോ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ എന്താ? ഡ്രസ്സ് ഇടുക അത്ര തന്നെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല രംഗങ്ങളിലും ദുആ ചെയ്യാനുള്ള ആവേശകരമായ അവസരങ്ങൾ പലപ്പോഴും നമ്മൾ കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പലപ്പോഴും അങ്ങനെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ദുആ ചെയ്യുക എന്ന ഒരു വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം പിന്നിലാണ്. ഒരു നഖം വെട്ടുമ്പോ നമ്മളിങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ ഞാനിപ്പോ നഖം വെട്ടുകയാണ്, റബ്ബേ ആ നഖം വെട്ടുന്നതൊന്ന് കേറിപ്പോയാൽ എന്ത് പ്രയാസമായിരിക്കും നമുക്കുണ്ടാവുക. അതിന്റെ പേരിൽ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? എല്ലാ വിഷയങ്ങളിലും ഒരു മുടി വെട്ടാൻ പോകുമ്പോ അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടോ? ഇല്ല. സ്വഹാബികൾ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ അതിപ്പോ നന്നാക്കാൻ അവർക്കറിയാം. ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ അത് നന്നാക്കാൻ അവർക്കറിയാം, അല്ലെങ്കിൽ അതിന് കഴിയുന്ന ആളുകളുടെ കയ്യിൽ കൊടുക്കണമെന്ന് അവർക്കറിയാം. എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ സബബുകൾ സ്വീകരിക്കണം എന്നറിയുന്ന ആളുകളാണ് സ്വഹാബികൾ. എന്നാൽ പോലും ഏതൊരു ചെറിയ വിഷയത്തിനും, നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന വിഷയത്തിൽ പോലും, നമ്മളൊരു മീറ്റിങ്ങിന് പോവാൻ, നമ്മൾ ആളുകളുമായി ഒരു ചർച്ചയ്ക്ക് പോകണം, നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള വലിയൊരു മീറ്റിംഗ് ആണ്, സംസാരമാണ്. അതിനു മുമ്പ് റബ്ബേ ഇത് ശരിയാക്കി തരണേ, അല്ലാഹുമ്മ അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബേ നീ ഇത് ഖൈറാക്കി തരണേ എന്നൊരു ദുആ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവിന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ, മറ്റുള്ള ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ, മറ്റുള്ള ആളുകളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിനേക്കാൾ നല്ല ഒരു ആശയം, നല്ല ഒരു അഭിപ്രായം മറ്റൊരാൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ, മറ്റുള്ള ആളുകളെ വികാരപരമായി മനസ്സിലാക്കാൻ, അവരുടെ വൈകാരികതയെ മനസ്സിലാക്കാൻ, അവരുടെ ദുർബലതകളെ മനസ്സിലാക്കാൻ, അവരുടെ സംസാരങ്ങളിലെ പോരായ്മകളും അവരുടെ കുറവുകളെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവിന്റെ ഹൃദയത്തിന് വിശാലത നൽകണേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? എന്തിനും ഏതിനും, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും, ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ നമ്മൾ ബിസ്മില്ല പറയാറുണ്ട്, ശരി തന്നെ. എന്നാലും ആ വെള്ളം കുടിക്കുമ്പോ റബ്ബേ ഈ വെള്ളം കൊണ്ട് എന്റെ ശരീരത്തിന് അള്ളാഹുവേ നീ ഗുണം നൽകണേ റബ്ബേ, നിന്റെ കഴിവില്ലായിരുന്നുവെങ്കിൽ ഈ വെള്ളം വായിൽ വെക്കാനുള്ള കഴിവ് പോലും. അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്? അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, അല്ലാഹു എന്റെ എല്ലാ കാര്യങ്ങളെയും നീ നന്നാക്കി തന്നെ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വിട്ടുന്ന ഒരു സെക്കൻഡ് പോലും, ഒരു മില്ലി സെക്കൻഡ് പോലും റബ്ബേ എന്റെ കാര്യങ്ങളെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ? വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു സെക്കൻഡ് പോലും എന്റെ കാര്യങ്ങൾ റബ്ബേ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. എല്ലാം നിന്റെ കയ്യിലാണ്, ഓരോ സെക്കൻഡിലും. അത് നമ്മൾ നഖം വെട്ടുന്നത് മുതൽ അങ്ങേറ്റത്തെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ വരെ എല്ലാം നിന്റെ കയ്യിലാണ്. എല്ലാം നന്നാക്കാൻ അത് റബ്ബേ നിനക്കേ കഴിയൂ എന്ന ഒരു പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു ഗുണം എന്താ പറയുക? അങ്ങനെ എപ്പോഴും നിരന്തരമായിക്കൊണ്ട് എല്ലാ കാര്യത്തിലും ഇങ്ങനെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എഴുന്നേക്കാനും ഇരിക്കാനും എഴുതാനും വായിക്കാനും കിടക്കുമ്പോഴും എല്ലാത്തിനും
റബ്ബേ നീ എന്നെ സഹായിക്കണേ, ഇതിന് നീ എനിക്കൊരു തൗഫീഖ്. നമ്മളൊരു യാത്ര ചെയ്യാൻ ഇങ്ങനെ ഇറങ്ങാൻ, നമ്മളിങ്ങനെ ട്രാഫിക്കിൽ പോയി ഇങ്ങനെ കിടക്കുക, നമ്മളിങ്ങനെ ഹോണടി മുമ്പിൽ കിടക്കുന്ന ആളോട് ഇങ്ങനെ ചീത്ത പറയാ, അവിടെ ചീത്ത പറയാ, ഇവിടെ ചീത്ത പറയാ, എന്തൊരു കഷ്ടം ദുരിതം. ഇതല്ലാതെ ഒരു സെക്കൻഡ് അല്ലാഹുവേ എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ യാത്ര എനിക്ക് എളുപ്പാക്കി തരണം റബ്ബേ, ഇവിടെയുള്ള ട്രാഫിക്കിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളും നീ എനിക്കൊന്ന് മാറ്റിത്തരണം റബ്ബേ. ഇന്ന് വരെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ പല അവസരങ്ങളും നമ്മൾ കളഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹം ദുആഇനെ സംബന്ധിച്ച് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു ഖൗലാണ്, ഇദാ അറദ്ത അൻ തുകല്ലിമല്ലാഹ്, നിങ്ങളിൽ ഒരാൾ അല്ലാഹുവിനോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫഅലൈക ബിദ്ദുആ, അവൻ ദുആ വർദ്ധിപ്പിക്കട്ടെ എന്നാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ? നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുന്ന ഓരോ സെക്കൻഡിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും, ഒരു വാച്ച് കെട്ടുമ്പോൾ പോലും റബ്ബേ സഹായിക്കണേ എന്നൊരു പ്രാർത്ഥന, എല്ലാത്തിനും അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ? നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരാളായി മാറുന്നു. നമ്മളെപ്പോഴും ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായി മാറും, അള്ളാഹിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളായിട്ട് നമ്മൾ മാറും. അതിന്റെ ഗുണം എന്താ? എപ്പോഴും നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്ക് വരും എന്നതാണ്. എപ്പോഴും അള്ളാഹിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂലേ? അള്ളാഹ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവും എപ്പോഴും. അത് നമ്മൾ ഒറ്റക്കാണെങ്കിലും, ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, ഒറ്റക്ക് താമസിക്കുമ്പോഴാണെങ്കിലും, ഒറ്റക്ക് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, 10 ആൾ കൂടെ ഉണ്ടെങ്കിലും 100 ആൾ കൂടെ ഉണ്ടെങ്കിലും അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാവും. അള്ളാഹുവിന്റെ ഖുർബത്തിനെ അള്ളാഹു ദുആഉമായിട്ടാണ് കൂട്ടിച്ചേർത്തത്. വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് അടുത്തവനാണ്. അള്ളാഹുവിന്റെ ഖുർബത്ത്, അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ സാമീപ്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂട്ടിക്കെട്ടിയത് ദുആഉമായിട്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് ചോദിക്കുന്നവര് ഉത്തരം നൽകാൻ ഞാനിവിടെ ഉണ്ട് എന്ന് പ്രവാചകരെ അവരെ പഠിപ്പിക്കുക. ഞാൻ അവരോട് അടുത്തവനാണ് എന്ന്. അത് ചോദിക്കുമ്പോൾ ഉത്തരം നൽകാൻ ഞാനുണ്ട്. നിരന്തരം എപ്പോഴും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാകും. എപ്പോഴും അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരവസ്ഥ, ഏത് നിസ്സാര കാര്യത്തിനും അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു ഒരിക്കലും നമ്മളെ കൊണ്ട് ശല്യം ഉണ്ടാകുന്ന ആളല്ല. നമ്മളിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് ഇങ്ങനെ തോന്നുക, ഇവൻ എന്താ എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണത്, അങ്ങനെ വിചാരിക്കുന്നവനല്ല റബ്ബ്. അള്ളാഹുവിന് അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടമാണ് എന്നാണ്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ മുതൽ ഏറ്റവും നിസ്സാരമായ കാര്യം മുതൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതൊരിക്കലും സംഭവിക്കൂല. നമ്മുടെ ജീവിതത്തിൽ ഇതിനൊരു എളുപ്പമില്ല, ഈ ഒരു കുടുക്കിൽ നിന്ന് എനിക്കൊരു രക്ഷയില്ല, ഇതിൽ നിന്ന് പുറത്തെത്താനുള്ള ഒരു അവസരം ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വരെ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ 19-ാം അധ്യായം സൂറത്ത് മറിയം ആരംഭിക്കുന്നത് തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പ്രശംസിച്ചുകൊണ്ടാണ്. ആ പ്രശംസക്ക് കാരണം എന്താ അറിയോ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ആണ്. അല്ലെ, ആ സൂറത്ത് ആരംഭിക്കുന്നത് കഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതിനെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രസ്താവിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് തുടങ്ങാം. എന്താണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്? ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അങ്ങേയറ്റത്തെ ഖഫിയ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥന. ഒരാളും കേൾക്കാനില്ലാതെ, സ്വന്തം ഭാര്യ പോലും കേൾക്കാനില്ലാതെ, ഒരു നാട്ടുകാരും കേൾക്കാതെ, ഒരു ഉച്ചത്തിലുമല്ലാതെ, ആമീൻ പിടിക്കാൻ ആളുകളില്ലാതെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം രഹസ്യത്തിന്റെ വേളയിൽ നടക്കുന്ന ഒരു ദുആ ആണ്. ഇന്നി വഹ്നൽ അദ്മു മിന്നി. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, എന്റെ എല്ലുകൾ റബ്ബ് ശോഷിച്ചു എന്നാണ്. ഏകദേശം 70 വയസ്സിന് മേലെ പ്രായമുണ്ട് എന്നാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ ദുആ നടത്തുന്ന വേളയിൽ നിന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സക്കരിയ നബി പറയാ, ഇന്നി വഹ്നൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബാ. എന്റെ മുടികളെല്ലാം നരച്ചു റബ്ബേ, എന്റെ മുടികളെല്ലാം നരച്ചു, എന്റെ എല്ലുകളെല്ലാം ശോഷിച്ചു, ഒന്നിനും കഴിവില്ലാത്ത ഒരാളായി മാറി റബ്ബേ. വകാനത് ഇംറഅതി ആഖിറ. എന്റെ ഭാര്യ ഇനി പ്രസവിക്കൂല, എന്റെ പ്രായവും അതിന്റെ സ്റ്റേജും അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റബ്ബേ, ഭാര്യ പ്രസവിക്കൂല്ല,
എന്നെ കൊണ്ടിഞ്ഞത് ഒന്നിനും കഴിയൂല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലാണ് റബ്ബേ ഞാൻ ഉള്ളത് എന്ന് അങ്ങേറ്റത്തെ ദുർബലതയിൽ നിന്നുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാൻ. നമുക്ക് കഴിയും അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ? നമുക്ക് കഴിയും അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ? എല്ലാം തീർന്നു എന്ന് തോന്നുന്ന ഒരു അവസരത്തിൽ, എല്ലാം കഴിഞ്ഞു, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരവസരത്തിൽ പോലും ഒരു കുട്ടിക്ക് വേണ്ടി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. കാരണം എല്ലാത്തിനും കഴിവുള്ളവനാണ്. എനിക്ക് കഴിയുകയില്ലെങ്കിലും ശോഷിച്ച എന്റെ എല്ലുകളാണെങ്കിലും നരച്ച മുടികളാണെങ്കിലും പ്രസവിക്കാത്തൊരു ഭാര്യ ഉണ്ടെങ്കിലും എനിക്കൊരു കുട്ടിയെ തരാൻ എന്റെ റബ്ബിന് കഴിയുമെന്ന അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിൽ നിന്നാണ്. ആ ആത്മവിശ്വാസം എവിടെ നിന്നാണ് വന്നത് എന്നറിയോ? വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആത്മവിശ്വാസം വന്നെവിടെ നിന്നറിയോ? വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. ഇന്ന് വരെ റബ്ബേ, ഇന്ന് വരെ നിന്നോട് ദുആ ചെയ്തൊരു വിഷയത്തിൽ നീ എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ഇന്ന് വരെ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ റബ്ബേ, ഇന്ന് വരെ ദുആഇന്റെ വിഷയത്തിൽ നീ എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല, ഞാൻ ഡിസപ്പോയിന്റഡ് ആയിട്ടില്ല. അതുകൊണ്ട് റബ്ബേ, ഇതും ഞാൻ ചോദിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല എന്നറിയാം, ഇത് സംഭവിക്കൂല എന്ന് എനിക്കറിയാം. എന്റെ കാര്യങ്ങൾ കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, ഇവിടുത്തെ ഒരു വ്യവസ്ഥയും കൊണ്ട്, നീ ഈ ലോകത്ത് നിശ്ചയിച്ച ഒരു വ്യവസ്ഥയും കൊണ്ട് ഇത് സാധിക്കൂല എന്ന് എനിക്കറിയാം. പക്ഷെ റബ്ബേ, എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാം. പ്രവാചകന്മാരുടെ ദുആ മുഴുവൻ എല്ലാ അവസരങ്ങളിലുമുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് പോലും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, വലിയൊരു സമുദ്രത്തിന്റെ അങ്ങേയറ്റത്തെ ഇരുട്ടിൽ, അങ്ങേയറ്റത്തെ ആഴത്തിലൊരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന പ്രവാചകൻ പ്രതീക്ഷയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. കാരണം അള്ളാഹു ഈ പ്രയാസത്തിൽ നിന്നും പുറത്തെത്തിക്കാൻ കഴിവുള്ളവരാണ്. ഏത് ഇരുട്ടിന്റെ അകത്തളങ്ങളിലാണ് എങ്കിലും, ഏത് വലിയ കൂരാക്കൂരിരുട്ടിന്റെ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണെങ്കിലും, ഏത് വലിയ കുടുക്കിലാണെങ്കിലും, എത്ര വലിയ കുടുങ്ങലിലാണെങ്കിലും ഇതിൽ നിന്ന് പുറത്തെത്തിക്കാൻ എൻ്റെ റബ്ബിന് കഴിയുമെന്ന അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് പ്രവാചകന്മാരഖിലവും എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്ത മാതൃക നമുക്ക് കാണിച്ചിരുന്നു. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ പറയുമല്ലോ, എല്ലാ ചെറിയ കാര്യത്തിനും നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ മലയാളത്തിലൊരു പ്രയോഗമാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പറയാന്ന് പറയും. നമ്മളിങ്ങനെ ചില ആളുകളെ പറ്റി പറയും, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുക, തൊട്ടതും പിടിച്ചതും ഒക്കെ ഇങ്ങനെ പ്രശ്നമാക്കുക അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ദുആ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ ലജ്ജ കാണിക്കരുതെന്ന്. നമ്മൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ആളുകളായി മാറണം. ദുആ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ ലജ്ജിക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? മലയാളത്തിൽ പറഞ്ഞ ഒരു നാണം ഇല്ലാതെ അള്ളാഹിനോട് ചോദിക്കാന്നാണ്. അതിന്റെ ശരിക്കുള്ള മലയാളം പ്രയോഗം ഒരു നാണം ഇല്ലാതെ അള്ളാഹിനോട് ചോദിക്കാന്നാണ്. ഒരു നാണവും അള്ളാഹിനോട് ചോദിക്കുന്ന വിഷയത്തിൽ ഉണ്ടാവരുന്നത്. ഇതെങ്ങനെ ഇപ്പൊ അള്ളാഹിനോട് ചോദിക്കാം? അതൊക്കെ മോശമല്ലേ? ഇതിപ്പോ എനിക്ക് ചെയ്യാൻ കഴിയണല്ലേ ഉള്ളൂ, ഇത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ലേ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എന്നാണ്. ഏതൊരു വിഷയത്തിനും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആൾ. പക്ഷെ അതിനൊരു തൗഫീഖ് വേണം. നമ്മളിങ്ങനെ നാളെ വരെ വിചാരിക്കുക എല്ലാ കാര്യവും ഞാൻ നാളെ വരെ അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുമെന്ന് തീരുമാനിച്ചുറച്ചാല് പെട്ടെന്നായിട്ട് ഉണ്ടാവണ ഒരു സാധനമല്ല അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിക്കാനും അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യാനും കഴിയാന്നുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇദാ ഫുതിഹ ലി അഹദികുമുദ് ദുആ, ഇദാ ഫുതിഹ ലി അഹദികുമുദ് ദുആ. ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം നോക്കാം, നിങ്ങളിൽ ഒരാൾക്ക് ദുആഇന്റെ ബാബ് തുറക്കപ്പെട്ടാൽ എന്നാണ്. തുറക്കപ്പെട്ടാൽ അവന് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടതിന് തുല്യാണെന്ന്. നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ഒരാൾക്ക് ദുആഇന്റെ വാതില് തുറക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലത്. അള്ളാഹുവിന്റെ അപാരമായ ഒരു തൗഫീഖ് അവിടെ വേണം. അതിന്റെ വാതിലുകൾ അള്ളാഹു നമുക്ക് കവാടങ്ങൾ ഒരാൾക്ക് തുറന്നു കൊടുത്താലേ എപ്പോഴും ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായ ദുആ ഉണ്ടാവണം, പരിശ്രമിക്കണം. എപ്പോഴും അള്ളാഹുവിനോട് സംസാരിക്കുന്ന, എപ്പോഴും അള്ളാഹുവിനോട് നിസ്സാര കാര്യത്തിന് പോലും ദുആ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു അവന് ദുആഇന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന, അങ്ങനെ തുറന്ന് കിട്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചോദിച്ചാലും, ഏത് അവസരത്തിൽ അവൻ എന്ത് ആവശ്യപ്പെട്ടാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്ന്. പലപ്പോഴും നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണത് എപ്പോഴാ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉള്ളപ്പോഴാണ്. അപ്പോഴേ നമുക്കതൊക്കെ ഓർമ്മ വരും. അല്ലാത്ത സമയത്തൊക്കെ
നമ്മളാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എനിക്കിപ്പോ അള്ളാന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയണ കാര്യങ്ങളാണ് എന്ന ഒരു ബോധത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ മടിക്കുന്നത്, ഓർമ്മിക്കാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദ് വൽ കർബ്. കർബിന്റെ സമയത്തും ശദാഇദ് പ്രയാസത്തിന്റെ സമയത്തും അവന് കഷ്ടതകളും കടബാധ്യതകളും രോഗങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും ഇതൊക്കെ വരുന്ന സമയത്ത് അള്ളാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവനത് ആഗ്രഹിക്കുകയും ആ വിഷയത്തിൽ അവൻ സന്തോഷം കാണിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, പ്രയാസത്തിന്റെ സമയത്ത് റബ്ബേ ഈ പ്രയാസത്തെ എന്നിൽ നിന്ന് നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ആ പ്രയാസത്തെ മാറ്റി കൊടുക്കണം അല്ലാ എന്നവൻ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയാണ് എങ്കിൽ അവൻ അവന്റെ എളുപ്പത്തിൽ ദുആ ചെയ്യട്ടെ എന്ന. അഥവാ അവന് നമുക്കിങ്ങനെ തോന്നൂലോ, ഇപ്പൊ എനിക്ക് റബ്ബിനോട് ചോദിക്കാനൊന്നുമില്ല, നമ്മുടെ ഒരു തോന്നല്, നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോ ഇത് നിലനിർത്തി തരണേ എന്ന ദുആ പലപ്പോഴും ഉണ്ടാവലില്ല. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ റബ്ബേ ഈ കുടുംബത്തിലെ പ്രശ്നം മാറ്റി തരണേ എന്ന് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യും. പക്ഷെ കുടുംബത്തിൽ പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഇല്ലാത്തപ്പോ റബ്ബേ ഇത് നിലനിർത്തി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ എല്ലാം ഓക്കെ ആണല്ലോ എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാവും. അള്ളാഹ് പറയാം, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരുമ്പോ, നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോ, നിങ്ങൾക്ക് എളുപ്പമുള്ളപ്പോ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോ നിരന്തരമായി ദുആ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പ്രയാസത്തിന്റെ സമയത്തും ബുദ്ധിമുട്ടുകളുടെ സമയത്തും നിങ്ങൾ ദുആ ചെയ്താൽ ഉടനടി ഉത്തരം നൽകും. ഇല്ലെങ്കിൽ നമ്മളുണ്ടാവും, ചില ആളുകളെ പറ്റി നമ്മളിങ്ങനെ പറയൂലേ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വിളിക്കുള്ളൂ. ചില ഫോൺ വരുമ്പോ നമ്മൾ പറയാം, കടം ചോദിക്കാനാണ്, അല്ലാതെ തന്നെ വിളിക്കലൊന്നുമില്ല. ഒരു 500 1000 കടം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കണം, അല്ലാത്തപ്പോ വിശേഷം ചോദിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒരു ഈദിന്റെ സമയത്ത് ഒരു മെസ്സേജ് പോലും അയക്കാത്തവരാണ്. എന്തെങ്കിലും പൈസക്ക് ആവശ്യം വന്നാലേ നമ്മളെ വിളിക്കുള്ളൂ എന്ന ഒരു ആവശ്യത്തിന്റെ സമയത്ത് അള്ളാഹിനെ സമീപിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോ പടച്ചവനോട് ചോദിക്കുക, എളുപ്പമുള്ള സമയത്ത് അത് നിലനിർത്തി തരണയെന്നോ, ഓരോ ചെറിയ കാര്യത്തിനും അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ച് അപ്പൊ അത് ശരിയാക്കിത്താ, ഇത് ശരിയാക്കിത്താ, അത് നോക്കട്ടെ, ഇത് നോക്കട്ടെ, ഇത് റെഡിയാക്കിത്താ, അതൊന്ന് എളുപ്പാക്കിത്താ, ഇതൊന്ന് എളുപ്പാക്കിത്താ, ഓരോ സെക്കൻഡും നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ആളാണ് എങ്കിൽ പ്രയാസത്തിന്റെ സമയത്ത് അവന്റെ ദുആക്ക് ഉടനടി അള്ളാഹു ഉത്തരം നൽകുമെന്ന്, ഉടനടി അള്ളാഹു ഉത്തരം നൽകും. അതുപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ മടി കാണിക്കാത്ത ആളുകളായി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ദുആഇനെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യറുദ്ദുൽ ഖദർ ഇല്ല ദുആ. അല്ലാഹുവിന്റെ ഖദറിനെ, അഥവാ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന നമ്മളെ ഖളാ ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിലൊരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദുആ ആണ്. ദുആ കൊണ്ട് ഒരാൾക്ക് അള്ളാഹു നിശ്ചയിച്ച അവന്റെ ഖദർ, അതൊരു പക്ഷെ അവന്റെ റിസ്ഖായിരിക്കാം, അവന്റെ ഉപജീവനത്തിന്റെ വിഷയമായിരിക്കാം, അവന്റെ മക്കളുടെ വിഷയമായിരിക്കാം, അവന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള എന്ത് കാര്യവും അള്ളാഹു ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ ദുആഇന് മാത്രമേ കഴിയൂന്നാണ്. അത്ര പവർഫുള്ളായ, അത്ര ശക്തിയുക്തമായ ഒരു വിഷയമാണ് ദുആ എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ പറയാൻ, അള്ളാഹു ഒരാളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നത് സംഭവിക്കണം, ഇന്ന കാര്യങ്ങൾ ഇവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം, ഇവനൊരു വീടുണ്ടാകണം, ഇവനൊരു വാഹനം ഉണ്ടാകണം, ഇവൻ ഇത്ര മക്കൾ ഉണ്ടാകണം, ഇവൻ ഇന്ന ജോലി ഉണ്ടാകണം, ഇവൻ ഇത്ര സാലറി ഉണ്ടാകണം, ഇവൻ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് അള്ളാഹു അവന്റെ ജീവിതത്തിൽ നിശ്ചയിച്ച കാര്യങ്ങളും. അതേപോലെ തന്നെ അവന് രോഗങ്ങൾ ഉണ്ടാകണം, അവന് പ്രയാസങ്ങൾ ഉണ്ടാകണം, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം എന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവന്റെ ഖളാ ഖദറിൽപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ അതിനൊക്കെ ചില വിഷയങ്ങളിൽ നിന്ന് മാറ്റങ്ങൾക്കായി അള്ളാഹു ദുആഇനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. അഥവാ അവന് ഒരു വാഹനം അള്ളാഹു അവന്റെ ഖദറാക്കിയിട്ടുണ്ട്. അവന്റെ ജീവിതത്തിൽ ഇത്രാമത്തെ വയസ്സിൽ അവനൊരു വാഹനം സ്വന്തമാക്കുമെന്ന് അള്ളാഹു ഖദറാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ സബബായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചത് ദുആ ആണ് എങ്കിൽ ആ ദുആ നടത്താതെ എന്ത് ചെയ്യൂല, ആ ഖദർ അവന്റെ ജീവിതത്തിൽ വന്നു ചേരൂല. അതാണ് ഈ ഹദീസിന്റെ ആകത്തുക. പല കാര്യങ്ങൾക്കും അള്ളാഹു ദുആഇനെ സബബാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു രോഗം നമുക്ക് വന്നു, ആ രോഗത്തിനെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിന് സബബായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചത് ചിലപ്പോൾ മരുന്നായിരിക്കാം. നമ്മൾ മരുന്ന് കഴിക്കും, രോഗം മാറും. ചില രോഗങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സബബ് മരുന്നായിരിക്കാം. ചില രോഗങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചത് മാറാനുള്ള സബബ് ദുആ ആയിരിക്കും. നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും എന്ത് ചെയ്യൂല, മാറൂല. അത് മാറൂല. കാരണം അള്ളാഹു ആ രോഗം മാറാൻ നിശ്ചയിച്ച സബബ് എന്താ? ദുആ ആണ്. അപ്പൊ നമ്മൾ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യൂല, മാറൂല. മരുന്ന് കഴിക്കണ്ട എന്നല്ല, മരുന്ന് കഴിക്കണം. പക്ഷെ ആ സബബ്, അള്ളാഹു നിശ്ചയിച്ച സബബ് എത്താതെ എന്ത് ചെയ്യൂല, ആ അസുഖം മാറൂല. നമ്മുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും, വരാനിരിക്കുന്ന പല അനുഗ്രഹങ്ങൾക്കും അള്ളാഹു ദുആഇനെ സബബാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ദുആ ചെയ്താലാണ് അത് ജീവിതത്തിൽ സംഭവിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അള്ളാഹ് അങ്ങനെ ചില കാര്യങ്ങളെ ഖദറാക്കിയിട്ടുണ്ട് എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മുഹദ്ദിസീങ്ങൾ പറയാൻ. ചില വിഷയങ്ങൾ അങ്ങനെ അള്ളാഹു നമ്മൾ ദുആ ചെയ്താൽ മാത്രമേ തരുള്ളൂ. ദുആ ചെയ്തില്ലെങ്കിലോ അത് കഴിഞ്ഞു പോയി, പിന്നെ അടുത്തത് അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരൂല. അതുകൊണ്ട് എല്ലാ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ദുആ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. എന്നാൽ ഇതിന് വിപരീതമായിക്കൊണ്ട് പല സൂഫി ആശയക്കാരും ഇതിന് വിരുദ്ധമായിക്കൊണ്ട് നമ്മൾ എല്ലാം ഇങ്ങനെ അള്ളാഹിനോട് ചോദിക്കേണ്ടതില്ല, ഇങ്ങനെ എപ്പോഴും അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാര്യം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലെ? അള്ളാഹ് എല്ലാം അറിയുന്നവനാണെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ടോ? അതിന് ഉദാഹരണമായിക്കൊണ്ട്, തെളിവായിക്കൊണ്ട് അവർ കൊണ്ടുവരാറുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവമാണ്. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്ന അലക ഹാജത്തുൻ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന മറുപടി അമ്മ ഇലൈക്, നിന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നാണോ? ഫല, എനിക്കൊരു ആവശ്യമില്ല. ഖാല ഫസൽ റബ്ബക്, ജിബ്രീൽ അലൈഹി സ്വലാം പറയാ, എന്നാ അള്ളാഹിനോട് ദുആ ചെയ്തോ എന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുക്കുക, ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലി, എന്റെ ആവശ്യമില്ല, അള്ളാഹുവിന് എന്റെ ഹാൽ അറിയാം, എന്റെ അവസ്ഥയെ സംബന്ധിച്ചറിയാം. അള്ളാഹ് സഹായിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വിഷയം തെളിവ് പറഞ്ഞുകൊണ്ട് പല ആളുകളും അള്ളാഹിനോട് നമ്മൾ എപ്പോഴും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹ് നമ്മുടെ ഹൃദയത്തിലുള്ളതൊക്കെ അറിയുന്നവനല്ലേ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതൊക്കെ അറിഞ്ഞും കണ്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തോളും. എന്നാൽ ഈ സംഭവം യഥാർത്ഥത്തിൽ ഇസ്രായേലിയാത്തുകളിൽപ്പെട്ട സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ സ്വഹാബത്തോ സ്വഹീഹായ സനദോടുകൂടി ഒന്നും കൊണ്ടുവന്നിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇത് ദീനിന്റെ പല അടിസ്ഥാനങ്ങൾക്കും വിരുദ്ധമാണെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലെയുള്ള ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറയൂല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും മടി കാണിക്കുന്ന ആളുകളല്ല പ്രവാചകന്മാർ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സംഭവങ്ങളിൽ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ ശരിയാണല്ലോ, അള്ളാഹ് എല്ലാം അറിയുന്നവനല്ലേ, നമ്മുടെ ഹൃദയത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ അള്ളാഹ് അറിയല്ലോ, അതുകൊണ്ട് പ്രയാസത്തിൽ നിന്ന് മാറ്റാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആഇന്റെ ഉത്തരമാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആഇന്റെ ഉത്തരമാണ്. ആരുടെ ദുആഇന്റെ ഉത്തരമാണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. ഏതാ ദുആ? റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, റബ്ബേ, ഈ അറേബ്യൻ സമൂഹത്തിൽ നിന്ന്, അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നീ കൊണ്ടുവരണേ എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആഇന്റെ ഫലമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്ന് പറയുന്നത് ദഅവതു അബി ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ആണ് ഞാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ദുആഇന്റെ വിഷയത്തിൽ മടി കാണിക്കാത്ത ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകൾക്ക് ഉത്തരം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ എളുപ്പങ്ങളിലും നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وأقم الصلاة.